എന്നസ്തി ഓരോന്നൊടിച്ചെടുത്തു മുന്നോട്ടെന്റെ കുഞ്ഞോടം തുഴഞ്ഞു ഞാൻ പോകിലും പ്രപഞ്ചമേ ഒന്നു തീർച്ചയാണിരക്കില്ല നിന്നനുകമ്പ ചെന്നു ചേർന്നോളമതുകൂടാതെൻ സങ്കേതത്തിൽ. മുരളിമാനെ, നീ ഇവിടെ എന്തെടുക്കുക? 6 മണിക്കാണ് ഡോക്ടറെ കാണാൻ സമയം തന്നിരിക്കുന്നത്. മണി 5 കഴിഞ്ഞു. അല്ല, ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം അവന് ഓർമ്മ ഉണ്ടാവുമോ? അവൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. ആ, കൃത്യസമയത്ത് എത്താൻ മറക്കില്ലല്ലോ. ഇല്ല. ആ, കുട്ടികളല്ലേ, കൂട്ടുകൂടിയാൽ എല്ലാം മറക്കും. അകത്തേക്ക് വന്നോട്ടെ. ആരാ? അപരിചിതനാണ്, പറഞ്ഞാൽ മനസ്സിലാകില്ല. ശരി, കയറി വന്നോളൂ. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായി കാണില്ല. ഇല്ല, നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? എറണാകുളത്ത് നിന്ന. എറണാകുളത്ത് എവിടെ? ഇടപ്പള്ളി. എന്നിട്ടും ആരാണെന്ന് പറഞ്ഞില്ല. ഞാന് ഡോക്ടർ സുകുമാര മേനോന്റെ ഒരു പരിചയക്കാരനാണ്. ക്ഷമിക്കണം, അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ മിസ്സിസിനെ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി വന്നതാണ്. അവരിവിടെ തന്നെ അല്ലേ താമസം? അതെയല്ലോ. അങ്ങ് ഡോക്ടറുടെ ബന്ധുവാണ്. ആണെന്നോ അല്ലെന്നോ പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. രക്തം കൊണ്ട് അല്പം അകലവും സ്നേഹം കൊണ്ട് വളരെ അടുപ്പമുള്ള ഒരു ബന്ധു. ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ വർഷങ്ങളായി നോക്കി നടത്തുന്നത് ഞാനാണ്, ബാലംപിള്ള. ഡോക്ടർ മുതൽ ഇവിടുത്തെ കുഞ്ഞുമോൻ മുരളിക്ക് വരെ ഞാൻ ബാലമ്മാവയാണ്. അല്ല, പേര് പറഞ്ഞില്ല. രവി. രവി. രവി, നിങ്ങൾ ഡോക്ടറുടെ ആരാന്നാ പറഞ്ഞത്? ഒരു പരിചയക്കാരൻ. അല്ല, നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അമ്പിണിയുടെ? അത് വേണ്ട, ഒന്നും പറയണമെന്നില്ല. എല്ലാം എനിക്കറിയാം. നിങ്ങളും അമ്മിണിയും തമ്മിലുള്ള ബന്ധം എല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ഇല്ല, ചികിത്സയിലാണ്. ചികിത്സ കൊണ്ടൊന്നും ഫലമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ലോകബോധ്യത്തിന് ചികിത്സ ആവശ്യമാണല്ലോ. ബാലമാമേ, ഞാൻ താമസിച്ചു പോയോ? താമസിച്ചില്ല, താമസിച്ചില്ല. ഈ നോട്ട്ബുക്ക് അകത്തോണ്ട് വെച്ചിട്ട് ഞാൻ ഇപ്പോ വരാം. കുട്ടാ, നീ അകത്ത് ചെല്ലുമ്പോ അമ്മയോട് പറയണം അമ്മയെ കാണാൻ ഒരാൾ പുറത്ത് കാത്തു നിൽക്കുന്നു. ഇതാരാ ബാലമാമേ? ഇത് അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരൻ. മോനെ അടുത്ത് വരൂ. അങ്കിൾ ഭ്രാന്തനൊന്നുമല്ല, അടുത്തു വരൂ. വേണ്ട വേണ്ട, എന്നെ തൊടണ്ട. മോൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. ഇത് ഈ കുട്ടി അമ്മിണിയുടെ മകൻ മുരളി. അത് മനസ്സിലായി. പക്ഷേ നിങ്ങളെപ്പോലെ ഇരിക്കുന്നു അല്ലേ? അതെ, എന്റെ മകൻ വേണുവിനെയും മുരളിയെയും കണ്ടാൽ തിരിച്ചറിയില്ല. ഇരട്ടകളാണെന്നേ പറയൂ. ഈ കുട്ടി തന്നെയാണ് അമ്മിണിയുടെ ദുരന്തവും സുഹൃതവും. മുരളി രവിയുടെ മകനല്ലെന്ന് ഡോക്ടറടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മുരളി രവിയുടെ മകനല്ലെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ പോലും വിശ്വസിക്കില്ല. അത്രയ്ക്ക് സാദൃശ്യമാണ് നിങ്ങൾ തമ്മിൽ. ഡോക്ടറുടെ മരണത്തിലേക്ക് വേഗത കൂട്ടിയ ആ ഉഗ്രവിഷം ഈ അജ്ഞാത സംശയം തന്നെയായിരുന്നു. ഞാനൊരു ദേവതയെ പോലെ ആരാധിച്ചിരുന്ന എന്റെ അമ്മിണിയെ ഞാനും എന്റെ നിഴലും ഇപ്പോഴും പിന്തുടരുന്നു വന്നു. ഞാൻ എന്തൊരു മഹാപാപിയാണ്. എന്റെ തലയിൽ ഇടുത്തിയും വീഴുന്നില്ലല്ലോ. രവി, ശാന്തനാകൂ, ശാന്തനാകൂ. അമ്മിണിയെ ആശ്വസിപ്പിക്കാൻ വന്ന നിങ്ങൾ അവളെ ഒരു ഭ്രാന്തിയാക്കരുത്. ഇല്ല, എന്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത എത്ര ഭാരമുണ്ടെങ്കിലും ഞാൻ സമചിത്തത പാലിക്കണം. എന്റെ മനസ്സിലെ അഗ്നിപർവ്വതം എന്റെ മനസ്സിൽ തന്നെ ഞാൻ മൂടി വയ്ക്കണം. അമ്മേ, ഈ അങ്കിൾ അമ്മയുടെ പഴയ കൂട്ടുകാരനാണെന്നാ പറഞ്ഞത്. അമ്മ അറിയില്ലേ? അമ്മ അറിയില്ലേ അമ്മേ? ഞാൻ മുരളിമോനെ ഡോക്ടറെ കാണിച്ച് ഉടനെ എത്താം. 6 മണിക്കാണ് സമയം തന്നിട്ടുള്ളത്. ഞങ്ങൾ പോയിട്ട് വരാം. എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അങ്കിൾ,
മോൻ പോയി വരട്ടെ. പോയി വരും. നമുക്ക് വീണ്ടും കാണാം. അമ്മണി, ഞാൻ വന്നത് ഇഷ്ടമായില്ലെന്നുണ്ടോ? എന്റെ ഈ വരവ് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ പോയേക്കാം. ശരി, ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. അമ്മണി, നീ കരയുകയാണോ? അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വീണ്ടും ഇവിടേക്ക് വരണ്ടായിരുന്നു. അമ്മണി, ഞാൻ തെറ്റുകാരനാണ്. എന്ത് പ്രായശ്ചിത്തത്തിനും ഞാൻ തയ്യാറാണ്. പ്രായശ്ചിത്തം കൊണ്ട് തിരുത്താനാവുന്ന തെറ്റുകളാണോ രവി നിങ്ങൾ എന്നോട് ചെയ്തത്? അമ്മണി, അമ്മണി, ആ കുട്ടി അതെ, എന്റെ മകൻ മുരളി. അത് മനസ്സിലായി. പക്ഷേ എന്റെ മകൻ വേണുവിനെയും മുരളിയെയും കണ്ടാൽ തിരിച്ചറിയില്ല. അതിൽ എന്തിന് അത്ഭുതപ്പെടണം? പക്ഷേ അതും എന്റെ സ്ത്രീത്വത്തിനൊക്കെ കറുത്ത പുള്ളിയായി എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച എന്റെ ഭർത്താവിന്റെ മരണത്തിന് ഹേതുവായി. ഭാവി ചെല്ലുന്നത് പാതാളമെന്നല്ലേ? അമ്മണി, അമ്മണി, നമുക്കെല്ലാം മറക്കാം. നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം. മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അന്യ പുരുഷന്റെ വിധവയാണ്. ഇനിയും എന്നെ നശിപ്പിക്കരുത്. മാനം വേണമെങ്കിൽ നിങ്ങൾ ഈ നിമിഷം പുറത്തു പോകണം. അമ്മണി, ഒരു നിമിഷം നിന്നോടുള്ള അമിത സ്നേഹവും സ്വാർത്ഥതയും കൊണ്ട് എല്ലാം മറന്നു. അമ്മണി, നീ എന്നോട് പുറത്തേക്ക്. എനിക്ക് മാപ്പ് തരൂ അമ്മണി. മാപ്പ്. നീ ഇത്രയും കാലം താലോലിച്ചു വളർത്തിയ ഹൃദയ സ്വപ്നത്തെയാണ് പറിച്ചെറിഞ്ഞത്. പോകൂ, ആ കാൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കൂ. പോകൂ. ഒരു മരതകപ്പച്ചില കാട്ടിലൻ മരണശയ്യ വിരിക്കൂ സഖാക്കളെ. വസുധയോടൊരു വാക്കു ചൊന്നിട്ടിതാ വരികയായി ഞാനൽപ്പം. ക്ഷമിക്കണേ. വേണ്ട, ഇത് കുടിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കൊണ്ടുപോകും. വേണ്ടതല്ലേ പറഞ്ഞത്? കൊണ്ടുപോകും. കുറുപ്പേട്ട, നിനക്ക് ഈ കസേരയിൽ കിടക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കും. നമുക്ക് അകത്ത് പോയി കട്ടിലേക്ക് കിടക്കാം. ഒന്നുമില്ലെങ്കിലും നിവർന്ന് കിടക്കാമല്ലോ. വേണ്ട, ഇവിടെ കിടന്നാൽ ആകാശമെങ്കിലും കണ്ടുകൊണ്ട് കിടക്കാമല്ലോ. അമ്മേ, ഈ കാലിലൊരൽപ്പം കുഴമ്പിട്ട് തരൂ. മോനെ, മല്ലികയെ ഒന്ന് അറിയിക്കണ്ടേ? ഇല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മയ്ക്ക് ഞാനൊരു ബുദ്ധിമുട്ടായോ? എങ്കിൽ അമ്മയ്ക്ക് എണീറ്റ് പോകാം. മല്ലികെ, മോനെ കൊണ്ടുവന്നില്ലേ മോളെ? അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് നിന്ന് നിൽപ്പിൽ ഇറങ്ങി പോന്നതാ ഞാൻ. മോനിപ്പോ ബോർഡിങ്ങിലാണ്. അച്ഛൻ അവനെയും കൂട്ടി ഉടനെ ഇങ്ങെത്തും. എങ്കിലും അമ്മായി, അസുഖം ഇത്രയേറെ കൂടിയിട്ട് എന്നെ അറിയിക്കണോ തോന്നിയില്ലല്ലോ. മോളെ, അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ സുഖമായി കഴിയുന്നവരെ ബുദ്ധിമുട്ടിക്കണ്ട. അമ്മായി പോയി കിടന്നോളൂ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് മാപ്പ് തരണം. ഞാനാണ് തെറ്റുകാരി. എനിക്ക് മാപ്പ് തരണം. നീ കരയുകയൊന്നും വേണ്ട. നിന്നോട്
ചെയ്തതിൽ കൂടുതൽ തെറ്റൊന്നും നീ എന്നോട് ചെയ്തിട്ടില്ല. നിന്നോട് ഞാനാണ് മാപ്പി ചോദിക്കേണ്ടത്. അങ്ങേ നശിപ്പിച്ചത് ഓ, ഞാനാണ്. എന്റെ സ്വാർത്ഥത കാരണമാണിയല്ല. ഇനി ഞാൻ അങ്ങേ വിട്ടു പോവില്ല. മല്ലിയെ, എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമുണ്ട്. പറയണം. എനിക്ക് എന്റെ അമ്മണിയെ ഒന്ന് കാണണം. അമ്മണിയോ? അവളെ കാണണമെന്ന് അങ്ങേക്ക് ഇപ്പോഴും നിർബന്ധമാണോ? അതെ. അപ്പൊ ഞാൻ പോകണോ അല്ലേ? നിനക്ക് അങ്ങനെ മനസ്സിലാവൂ. നീ അകത്ത് പോയി ഒരു കടലാസും പേനയും എടുത്തിട്ട് വരൂ. അവക്കൊരു കത്ത് എഴുതണം. അവൾക്ക് ഞാൻ കത്തെഴുതണമെന്നോ? അതെ. എന്നെ നിർബന്ധിക്കരുത്. നീ അകത്ത് പോയി കടലാസും പേനയും എടുത്തിട്ട് വരൂ. മല്ലികേ, അമ്മണിയെ നീ വെറുക്കരുത്. എന്റെ മരണശേഷം നിങ്ങൾ ഒരുമിച്ച് കഴിയണം. ഇതെന്റെ അന്ത്യാഭിലാഷമാണ്. ഓ, അകത്ത് പോയിട്ട് വാ. അയ്യോ അമ്മേ. മല്ലികയല്ലേ? ഞാൻ അമ്മിണി. ഇത് എന്റെ മകൻ മുരളി. ഓഹോ, അപ്പൊ മകനെ കൂട്ടി അവകാശം സ്ഥാപിക്കാൻ വന്നതാണല്ലേ? മോനെ അടുത്തു മോനിപ്പോ അങ്കിളിനെ പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. മുരളിമോൻ ഇന്ന് ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ പുറത്തു കൊണ്ടുപോയി ഇതിലെന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ട് വരാം. എഴുന്നേക്ക് മോനെ. അമ്മണി, എനിക്ക് അസുഖം കൂടുതലാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? കേശവപിള്ള ചേട്ടൻ ഒരാളെ വിട്ടിരുന്നു. നീ വന്നതേതായാലും നന്നായി. എനിക്ക് അവസാനമായി നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് നടന്നു. ഇനി ഏത് നിമിഷവും ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു പോകാമല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. അമ്മണി, എനിക്ക് വല്ലാണ്ട് വരുന്നു. രവി, ഒന്ന് കിടന്നാ കൊള്ളാമെന്നുണ്ട്. രവി, എന്നെ അകത്ത് കൊണ്ടുപോയി എന്ന് കിടത്താം. പതിയെ പതിയെ. രവി, രവി, എന്തുപറ്റി രവി? അയ്യോ അയ്യോ, അമ്മായി, ഛർദി മുഴുവൻ രക്തമാണല്ലോ. അയ്യോ മോനെ, എന്റെ നെഞ്ചൊന്ന് തടവി തരുവാ. അമ്മായി, അമ്മായി അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ വീഴും. അമ്മായി, രവി, രവി, അയ്യോ രവി. അമ്മണി, ഞാൻ ഈ കുടുംബത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മല്ലിക നിന്റെ അനുജത്തിയാണ്. നീ അവളെ വെറുക്കരുത്. നിനക്ക് സ്നേഹിക്കാനേ അറിയൂ. എനിക്കറിയാം. രവി, 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 മല്ലിക എവിടെ? മല്ലിക, രവി അവസാനമായി ഒന്ന് കാണുമെങ്കിൽ പുറത്തു വരൂ. എല്ലാം പോയി. എപ്പോ? ഇപ്പോൾ. എന്നാ പോവുകയല്ലേ? മുരളിമോൻ വണ്ടിയിലിരിപ്പുണ്ട്. ചേച്ചി, ചേച്ചി എനിക്ക് മാപ്പ് തരണം. ചേച്ചി പോവരുത്. രവി എന്റെ ചങ്കില് തുടിപ്പായിരുന്നു. അത് നിലച്ചു. ഇനി ഞാനിവിടെ ഒരു അധികം പറ്റാണ്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ചേച്ചിക്ക് തള്ളിക്കളയാനാവോ?
അമ്മിണി, ഞാൻ ഈ കുടുംബത്തെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. മല്ലിക നിന്റെ അനുജത്തിയാണ്. നീ അവളെ വെറുക്കരുത്. അല്ലെങ്കിലും നിനക്ക് സ്നേഹിക്കാനേ അറിയൂ. സ്നേഹദാഹത്താൽ പൊരിഞ്ഞൊരു മോഹന ചിത്തമടിഞ്ഞതാണീ സ്ഥലം. ഇങ്ങിതിനുള്ളിൽ കിടക്കുന്നതുണ്ടൊരു സംഗീത സാന്ദ്രമാം ശോകാപ്ത ജീവിതം.